ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് പറയാനുള്ള മന്ത്രവാദികളെ കുറിച്ചാണ്. കള്ള മന്ത്രവാദികളെ കുറിച്ച് കേട്ടോ. കുറേ സ്ത്രീകൾ ഇതിൻ്റെ പിറക്കെ പോവുകയാണ്. വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെ തിരക്കി പോകും. ആരെങ്കിലും പറയും ഇല്ല സ്വാമിയെ കണ്ടാൽ മതി, ആ സ്വാമി എല്ലാം ശരിയാക്കി തരുമെന്ന്. അത് കേട്ട് ഈ സ്ത്രീകൾ അവിടെ പോകും. അവിടെ പോയി അയാൾ വായി വരുന്ന കുറേ കള്ളത്തരമൊക്കെ പറഞ്ഞ് അമ്മാവി അമ്മയാണ് നിങ്ങളെ ജീവിക്കാൻ നമ്മയ്ക്കകത്ത്, അവർ കൂടെത്തരം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിക്കും. അവരെ പണങ്ങളെല്ലാം അടിച്ചെടുക്കും. അങ്ങനെയാണ് കുറേ സ്ത്രീകൾ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. എന്ത് പറഞ്ഞാലും ഇവന്മാർ പറയുന്നതെല്ലാം ഇവർ വിശ്വസിക്കും. അതാണ് ഈ സ്ത്രീകളുടെ ഒരു ക്വാളിറ്റി. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ മന്ത്രവാദിയെ കാണാൻ വരുന്നത്. നോക്കി നോക്ക്, ആലോചിച്ച് നോക്ക്. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യമേ ഉള്ളൂ. ഒരിക്കലും ഒരു മന്ത്രവാദി വിചാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. ഇന്നലെ ജിനു എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയെ പോസ്കോ കേസിൽ ജയിലിൽ അടച്ചേക്കാണ്. ഒരു സ്ത്രീ അവിടെ വീട്ടിൽ ഭർത്താവുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അവിടെ ഈ ജിനു എന്ന് പറയുന്ന മന്ത്രവാദിയെ കാണാൻ ചെന്നു. അപ്പം പറഞ്ഞു അമ്മാവി അമ്മ കൂടേത്രം ചെയ്തുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ ഭർത്താവും ഭാര്യയും പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് പഠിക്കാൻ മോശമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കുഞ്ഞിനെയും കൊണ്ട് മന്ത്രവാദിയെ കാണാൻ ചെന്നു. അമ്മയെടുത്ത് പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കി, എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കുഞ്ഞിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിനെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ സ്പർശിച്ചു. കുഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിപ്പോൾ കേസായി. ഇവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ത്രീകളെ ഇവൻ ഉപദ്രവിക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിച്ചാൽ, എന്നോട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷം വരെ ആയുസ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു ഒരുപാട് പേരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇവനെ പറ്റി ആർക്കും പറയാൻ പേടിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇവിടെയൊക്കെ വരുന്നത്. ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞ് തീർത്താൽ മതി. ഭാര്യയും ഭർത്താവും ആയിട്ട് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് രണ്ടുപേരും കൂടി പറഞ്ഞ് തീരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ ഒരു മന്ത്രവാദി ഭസ്മം ജപിച്ചെന്നോ കൂടേത്തരം ചെയ്തെന്നോ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ശരിയാവില്ല. രണ്ടുപേർക്കും ക്ഷമ വേണം ജീവിതത്തിൽ. രണ്ടുപേരും ക്ഷമിച്ചാലേ ജീവിതം മുന്നോട്ട് പോകും. പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളസ്വാമികൾ ജീവിക്കാൻ വേണ്ടി എന്തും പറയും. നിങ്ങൾക്ക് ശത്രു ഉണ്ടോ, അവരെ ഞാൻ തകർത്ത് തരും. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ചുമ്മാതെ നിങ്ങളെ പണം അടിച്ചെടുക്കാൻ വേണ്ടി അത് കേട്ട് നമ്മുടെ ശത്രുവിനെ തകർക്കാൻ പോയാൽ നമ്മൾ തന്നെ തകരത്തേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കുടുംബമാകുമ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തും ഉണ്ട്, വലിയ പ്രശ്നങ്ങളും ഉള്ളതുണ്ട്. അത് കുറച്ച് നേരം രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളിൽ എല്ലാ കുടുംബത്തും. പിന്നെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ബാധ്യതകളൊക്കെ ഓരോരുത്തർക്കുണ്ടാകും. അതൊക്കെ നമ്മൾ ജോലി ചെയ്ത് കുറേശ്ശെ കടം വീടിയാലേ തീരും. അല്ലാതെ കൊണ്ടുവന്ന് ഈ മന്ത്രവാദിക്ക് കൊടുക്കുമ്പം അത് കടം കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയത്തില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ നിങ്ങളുടെ കുട്ടികളുണ്ട്, ആ പെൺകുട്ടികളെ ഈ മന്ത്രവാദിയുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. ഇവന്മാർ കള്ളന്മാർ, പണത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും പറയുന്നവന്മാർ. അത് കേട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയാലും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ നമ്മുടെ ദുരിതങ്ങളോ ഒന്നും തീരില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മന്ത്രവാദിയുടെ അടുത്ത് എല്ലാവരും പോയാൽ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. അത് ചിന്തിക്കുക. നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കാൻ ആദ്യം പഠിക്കണം. നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ട് അത് നമ്മൾ പരിഹരിക്കണം. നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ നമ്മളത് ജോലി ചെയ്ത് തന്നെ കടം വീട്ടണം. അല്ല വല്ല മന്ത്രവാദിയുടെ അടുത്തും പോയെന്നും പറഞ്ഞു ഒരിക്കലും കടം തീരില്ല. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക.